നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണത്തെ ചൊല്ലിയുള്ള തർക്കം, ആ തർക്കത്തെ തുടർന്നാണ് കേരള കോൺഗ്രസ് എം രണ്ടാകുന്നതും രണ്ട് മുന്നണികളിൽ എത്തുന്നതും. പാലാ നിയമസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം ഈ പോരിൽ എണ്ണയൊഴിക്കുകയും അതിനെ ആളിക്കത്തിക്കുകയും ഒക്കെ ചെയ്തു. അത് നമ്മൾ കണ്ടതാണ്. ഇതേ പാലാ സീറ്റിനെ ചൊല്ലി LDFിലെ ഒരു ഘടകകക്ഷി പിളരുകയാണ്, NCP. പ്രസിഡന്റ് TP പീതാംബരൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള മാണി സി കാപ്പൻ പക്ഷം UDFിലേക്ക്, AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള തോമസ് കെ തോമസ് അടക്കം ഉൾപ്പെടുന്ന ഒരു പക്ഷം LDFിൽ ഉറച്ചു നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തളർന്നു വീണ UDFിലേക്ക് NCP പോകുന്നത് എന്തിനാണ്? പാലായില്ലെങ്കിൽ മുന്നണിയെ തന്നെ വേണ്ട എന്ന് മാണി സി കാപ്പൻ പ്രഖ്യാപിക്കുന്നത് പാലായോടും പാലാക്കാരോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണോ? സത്യത്തിൽ NCPയിൽ സംഭവിക്കുന്നത് എന്താണ്? പിളർപ്പ് എന്തിനു വേണ്ടിയാണ്? NCP പിളരുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇതാണ് ഇന്ന് പ്രൈം ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നത്. NCP നേതാവ് ജോസ് മോൻ കോഴിക്കോട് നിന്നും തത്സമയം നമ്മളോടൊപ്പം ചേരുന്നു. അതോടൊപ്പം തന്നെ തോമസ് കെ തോമസ് NCPയുടെ മറ്റൊരു നേതാവാണ്. അദ്ദേഹം കുട്ടനാട്ടിൽ മത്സരിക്കുമെന്നൊക്കെയുള്ള പ്രചാരണങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അദ്ദേഹവും തത്സമയം ചേരുന്നുണ്ട്. മാധ്യമപ്രവർത്തകനായിട്ടുള്ള ജോർജ് പൊടിപ്പാറ, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ, ഇവരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രേക്ഷകർക്കും പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥികളെല്ലാം തന്നെയുണ്ട്. ആദ്യം ശ്രീ ജോസ്മോനിലേക്ക്. ശ്രീ ജോസ്മോൻ, വല്ലാത്തൊരു അതൃപ്തി ഈ പാലാ സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും മൊത്തത്തിൽ LDFിൽ ലഭിക്കുന്ന ഇപ്പോഴത്തെ പല സ്വീകാര്യത ഇല്ലാത്ത നിലപാടുകളെക്കുറിച്ചും അങ്ങനെ ഒരു അതൃപ്തി NCPക്ക് ഇപ്പോൾ LDFിലുണ്ടോ ശ്രീ ജോസ്മോൻ? നിങ്ങൾ പറഞ്ഞത് ഭാഗികമായി ശരിയാണ്. ചില അതൃപ്തിയും പ്രതിഷേധവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് പാലാ സീറ്റിനെ കുറിച്ചല്ല. ഞങ്ങൾക്കുണ്ടായ അതൃപ്തിയും അമർഷവും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ വർഷം 2015 ലഭിച്ച സീറ്റുകളിൽ പകുതിയിൽ താഴെ സീറ്റുകൾ മാത്രമാണ് മത്സരിക്കാൻ കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങളുടെ താഴേക്കടയിലുള്ള പ്രവർത്തകർ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ മത്സരിക്കാൻ കഴിയുന്ന ഒരുപാട് പേർക്ക് അവസരം നഷ്ടപ്പെട്ടു. അതിൽ ഞങ്ങൾക്ക് അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. അത് ഞങ്ങൾ മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന കഥയുടെ രണ്ടാം ഭാഗം, ഈ പാലാ സീറ്റ് സംബന്ധിച്ച് എവിടെയാണ് തർക്കം? ആരാണ് തർക്കം പറഞ്ഞിരിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് വരെ പാലാ സീറ്റ് NCPയിൽ നിന്ന് NCPയോട് ആ സീറ്റ് കൈമാറണമെന്നും മറ്റൊരു സീറ്റിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ വാർത്തകളൊക്കെ വരുന്നത്, എവിടെ നിന്നാണ് ഈ ചർച്ചകളൊക്കെ ഉത്ഭവിക്കുന്നത്, ഞങ്ങൾക്ക് തീരെ മനസ്സിലാകുന്നില്ല. പാലാ സീറ്റ് സംബന്ധിച്ച് എവിടെയും തർക്കമില്ല. പാലാ സീറ്റിൽ NCP തന്നെ മത്സരിക്കും. കഴിഞ്ഞ 40 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടിയെടുക്കാൻ കഴിയാതിരുന്ന പാലാ സീറ്റ് 2019 ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വിജയിച്ച ശ്രീ മാണി സി കാപ്പൻ തന്നെയായിരിക്കും LDF സ്ഥാനാർത്ഥി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞത് പാലാ സീറ്റിലെ വിജയമാണ്. അപ്പം അങ്ങനെ ഒരു വിജയം നൽകി ഈ മുന്നണിക്ക് മൊത്തത്തിൽ ഒരു പുതുജീവൻ നൽകിയ ശ്രീ മാണി സി കാപ്പനോടും NCPയോടും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയും LDFിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. 100% ഉറപ്പാണോ, 100% പ്രതീക്ഷയാണോ? അതല്ല ഒരു സംശയമില്ലേ താങ്കൾക്കും? അതെന്തിനാ സംശയിക്കുന്നത്? നിങ്ങൾ ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മനസ്സിലാക്കണം. 40 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത് അടിസ്ഥാനപരമായ രാഷ്ട്രീയ നൈതികതയിലും ധാർമ്മികതയിലും ഊന്നിയാണ്. ഏത് വിധേനയും അധികാരത്തിൻ്റെ കൊത്തളങ്ങളിലേക്ക് കുറുക്ക് വഴികളിലൂടെ തേടിപ്പോകുന്നൊരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ 14 വർഷമായി മത്സരിക്കുന്നു. പാലാ നിയോജക മണ്ഡലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാ മലയാണ്. അവിടെ മത്സരിച്ചാൽ പരാജയം ഉറപ്പാണ്. അങ്ങനെ പരാജയം ഉറപ്പായതൊരു മണ്ഡലം തുടർച്ചയായി അവിടെ പ്രവർത്തിച്ച് മത്സരിച്ച് അത് വിജയിപ്പിച്ചെടുത്ത പാർട്ടിയും സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ NCP മാണി സി കാപ്പനും. അങ്ങനെ ഒരു പാർട്ടിയോടും ആ സ്ഥാനാർത്ഥിയോടും
രാഷ്ട്രീയമായ അന്യായം കാണിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ ആ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ല. അതാണ് ഞങ്ങളുടെ ഉറപ്പ്. അതാണ് യഥാർത്ഥ ഒരു രാഷ്ട്രീയ സാഹചര്യവും. അങ്ങനെ ചെയ്താൽ ആ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല. അങ്ങനെ ആണെങ്കിൽ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അവിടെ നിന്നും ഇറങ്ങിപ്പോരുക തന്നെയാണ് ഉചിതമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത്. അതിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇതാണ് ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു നൈതികത. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, നമുക്ക് വരാം, അതിലേക്ക് വരാം, ആ ചർച്ചയിലേക്ക് നമുക്ക് വരാം. ഏതായാലും രാഷ്ട്രീയമായിട്ടുള്ളൊരു നൈതികത LDF കാണിക്കുമെന്ന് ശ്രീ ജോസ്മോനും അതോടൊപ്പം തന്നെ മാണി സി കാപ്പനും പീതാംബരൻ മാസ്റ്ററും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ശ്രീ ജോർജ് പൊടിപ്പാറ, ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ അതിനാണ് ഇപ്പോൾ ഈ PJ ജോസഫിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ PJ ജോസഫ് വളരെ ഓപ്പണായിട്ട് തന്നെ പൊതുസമൂഹത്തിനോട് തന്നെ പറയുകയാണ് മാണി സി കാപ്പൻ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന്. അപ്പോൾ അവിടെയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും അതിന് നീക്കുപോക്കുകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. അന്തർധാര സജീവമാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ ശ്രീ ജോസ്മോൻ പറഞ്ഞതുപോലെ അത്രയ്ക്ക് ലളിതമാണോ ഇടതുമുന്നണിയിൽ ഈ പറയുന്ന NCPയുടെ രാഷ്ട്രീയ സാഹചര്യം, അവസ്ഥ? ശ്രീ ജോർജ് പൊടിപ്പാറ. തീർച്ചയായിട്ടും ജോസ്മാൻ വളരെ എന്താ പറയാ വളരെ തന്ത്രപൂർവം അല്ലെങ്കിൽ വളരെ സമർത്ഥമായിട്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇടതുമുന്നണിയിലുള്ള വിശ്വാസം, ഇടതുമുന്നണിയുടെ ധാർമ്മിക നൈതിക സമീപനങ്ങൾ, ഇടതുമുന്നണി ഇതുവരെ പുലർത്തിപ്പോന്ന രാഷ്ട്രീയ മാന്യത, ഇടതുമുന്നണിയോടൊപ്പം ഇത്രയും കാലം ഉറച്ചു നിന്ന ആ ഒരു കക്ഷി, ആ കക്ഷിക്ക് തീർച്ചയായിട്ടും ഇടതുമുന്നണിയിൽ നിന്ന് അർഹിക്കുന്ന അംഗീകാരം കിട്ടുമെന്നുള്ള വിശ്വാസം. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ സമർത്ഥമായിട്ടാണ് ആ ഭാഗം സംസാരിച്ചത്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പക്ഷെ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത് വെറും മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടി എന്ന് പറഞ്ഞ് നമുക്ക് ലളിതവൽക്കരിക്കാൻ പറ്റുമോ? പാലായുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. പാലാ സീറ്റ് എന്തു വന്നാലും വിട്ടുകൊടുക്കില്ല എന്ന് ദിവസേന എന്നോണം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീ മാണി സി കാപ്പനാണ്. അപ്പൊ അങ്ങനെ മാണി സി കാപ്പന് ആഴ്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിവസേന ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതിന്റെ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും NCPയുടെ മനസ്സിൽ ഭയാശങ്കകളുണ്ട്. തീർച്ചയായിട്ടും ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് വരികയും കോട്ടയം അടക്കമുള്ള മധ്യ തിരുവിതാംകൂറിന്റെ ജില്ലകളിൽ അവരവരുടെ രാഷ്ട്രീയ മേൽക്കോയ്മ അല്ലെങ്കിൽ ആ വരവിന്റെ ഒരു നേട്ടം ഇടതുമുന്നണി അനുഭവിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ താരതമ്യേന ജോസ് കെ മാണി ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി ചെറിയ കക്ഷി, വലിയ വോട്ട് ബാങ്ക് ഒന്നും ഇല്ലാത്തൊരു കക്ഷി എന്നുള്ള നിലയ്ക്ക് അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകും. മാത്രമല്ല, പാല എന്ന് പറയുന്നത് അഭിമാന പ്രശ്നമാണ്. KM മാണി സാറിന്റെ ആത്മാവ് കുടികൊള്ളുന്ന സ്ഥലമാണ്. പാലാ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ധാരണയും ഒരു ഒത്തുതീർപ്പും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആവില്ല എന്ന് ജോസ് കെ മാണി നിരന്തരം ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇതുവരെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നേരത്തെ ജോസ്മാൻ തന്നെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ പകുതി പോലും സീറ്റുകൾ സംസ്ഥാന തലത്തിലും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പാലാ അടക്കം ഉള്ള പ്രദേശങ്ങളിൽ പാടെ അവഗണിക്കപ്പെട്ട NCP വല്ലാതെ അങ്ങോട്ട് മൂലയ്ക്ക് ഇരുത്തപ്പെട്ട ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്വാഭാവിക നിഗമനം എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ നിരീക്ഷകനും മനസ്സിലാക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യം, പാല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും NCPക്ക് കിട്ടുക എളുപ്പമായേക്കില്ല. അതാണ് ശ്രീ ജോസ്മോൻ, പാലാ കിട്ടുക അത്ര എളുപ്പമാകില്ല എന്ന് ശ്രീ ജോർജ് പൊടിപ്പാറ പറയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി ജോർജ് പൊടിപ്പാറ പറയുന്നുണ്ട്. ഇപ്പോൾ താങ്കളും അത് തുടക്കത്തിൽ സൂചിപ്പിച്ചു. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സീറ്റുകൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അലോട്ട് ചെയ്തിട്ടുള്ളത് അത് വളരെ കുറഞ്ഞു പോയി എന്നുള്ള ഒരു പരാതി നിങ്ങൾക്കുമുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒതുക്കി തീർക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയ ചർച്ച അക്കാര്യത്തിൽ LDF നടത്തേണ്ടതല്ലേ? നോക്കുക, 2016 തെരഞ്ഞെടുപ്പ്, അതിനുശേഷം അതിനുള്ള ഉപതെരഞ്ഞെടുപ്പ് രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾക്ക് 4 സീറ്റ് കിട്ടുന്നു. 4 സീറ്റിൽ നിങ്ങൾ മത്സരിക്കുന്നു. അതിൽ 3ഇടത്തും ടെക്നിക്കലായിട്ട് നിങ്ങൾ വിജയിച്ചു. അപ്പം നോക്കുക, 75% നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. കുട്ടനാട്ടിലാണെങ്കിലും പാലായിലാണെങ്കിലും അതേപോലെ തന്നെ AK ശശീന്ദ്രൻ്റെ മണ്ഡലത്തിലാണെങ്കിലും. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു വിജയം നിങ്ങൾ നേടി. അങ്ങനെയുള്ള നിങ്ങൾക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ്
ചെയ്തതെങ്കിൽ സ്വാഭാവികമായും അതിനി ജോസ് കെ മാണിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. അതാണല്ലോ നമ്മളിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ വിലയിരുത്തൽ വന്നപ്പോൾ തന്നെ മധ്യ കേരളത്തിൽ 4 ജില്ലകളിലെങ്കിലും ജോസ് കെ മാണി സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ജോസ് കെ മാണിക്ക് പാലായിൽ അവർക്ക് അവരുടെ അവകാശവാദം അവിടെ കൂടും. അത് സ്വാഭാവികമായും ഇനി വരാനിരിക്കുന്നതല്ലേ. അത് ഇല്ല എന്നൊക്കെ പറഞ്ഞ് മറച്ചു വെക്കാൻ കഴിയുമോ ശ്രീ ജോസ്മാൻ? അല്ല, ഞങ്ങൾ ഈ ജോസ് കെ മാണിയുടെ അവകാശവാദത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ അവരുടെ വരവുകൊണ്ട് ചില പ്രദേശങ്ങളിൽ ചില ഗുണമുണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ കോട്ടയത്തൊരു ജോസ് കെ മാണി തരംഗമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, പാലാ നഗരസഭയിൽ കഴിഞ്ഞ കൗൺസിലിൽ 17 സീറ്റ് കേരള കോൺഗ്രസ് മാണിക്ക് മാത്രമുണ്ടായിരുന്നു. ഇപ്പോൾ അത് 10 ചുരുങ്ങി. അങ്ങനെ പലയിടങ്ങളും കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജയിച്ചത് പി ജെ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിയാണ്, മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയല്ല. അങ്ങനെ പലയിടങ്ങളും ശക്തിക്ഷയം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, UDFിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ, അതൊക്കെ LDFിനെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാണി ഗ്രൂപ്പിൻ്റെ സംഭാവനകളെ ചെറുതാക്കി കാണുന്നുമില്ല. പക്ഷേ ഇവിടെ ശ്രീ പൊടിവാറ പറഞ്ഞതും താങ്കൾ ആവർത്തിച്ചതുമായിട്ടുള്ള മാണിസാറിൻ്റെ ആത്മാവ്, മാണിസാറും പാലയുമായിട്ടുള്ള ബന്ധം, അതൊക്കെ കഴിഞ്ഞ കഥകളായിപ്പോയി. ഇന്ന് പാലായിലെ MLA മാണി സി കാപ്പനാണ്. ഞങ്ങൾ വിജയിച്ച മണ്ഡലമാണ്, ഫൈറ്റ് ചെയ്ത് വിജയിച്ച മണ്ഡലമാണ്. അതിൽ പിന്നെ അവിടെ മുമ്പിരുന്ന ശ്രീ കെ എം മാണി, യശസ്വരനായ കെ എം മാണി ആയിരുന്നു അവിടുത്തെ MLA എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഭൂതകാലമല്ലേ. അവിടെ ഒരു സംശയം കൂടെ, ചെറിയൊരു സംശയം കൂടെ ഉള്ളത്, പാല മാത്രമല്ല നിങ്ങളുടെ 3 സിറ്റിംഗ് സീറ്റ് പ്ലസ് മത്സരിച്ച് തോറ്റ ഒരു കോട്ടക്കൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിറ്റിംഗ് സീറ്റ് 3 നിർബന്ധമായും LDF നിങ്ങൾക്ക് നൽകിയിരിക്കണം. അങ്ങനെ ഒരു വാദം കൂടി ഉണ്ടോ NCPക്ക്? തീർച്ചയായിട്ടും ഞങ്ങൾ അതാണല്ലോ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പീതാംബരം മാഷ അടക്കമുള്ള ആളുകൾ ഞങ്ങൾ മത്സരിച്ച അസംബ്ലി സെഗ്മെൻറ്റുകൾ, ആ സെഗ്മെൻറ്റുകൾ മാറാനും പാടില്ല, എണ്ണവും കുറയാൻ പാടില്ല. ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ്, പക്ഷേ 40 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിന്ന പാർട്ടിയാണ്. അതിൻ്റെ എല്ലാ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ നിന്ന പാർട്ടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപം കൊണ്ടപ്പോൾ മുതലുള്ള പാർട്ടികൾ ഇന്ന് CPIയും CPMും NCPയും മാത്രമേ മുന്നണിയിലുള്ളൂ. ഞങ്ങളുടെ സീറ്റുകളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടായിട്ടുണ്ട്. 30 സീറ്റിലാണ് കോൺഗ്രസ് U ആയിരുന്നപ്പോൾ ഞങ്ങൾ മത്സരിക്കുന്നത്. അത് പിന്നെ 18ആയി, 14ആയി, 11ആയി, ഇടയ്ക്ക് 2ആയി, ഇപ്പോൾ 4ആയി. അപ്പോൾ ഞങ്ങൾക്കിനി അധികം വിട്ടുവീഴ്ച ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ 4 സീറ്റുകൾ കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ ജോസ്മോൻ തുടക്കത്തിൽ പറഞ്ഞത് താങ്കളും കേട്ടു, ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട് LDFിൽ. ആ അതൃപ്തി എന്ന് പറയുന്നത് പാലാ സീറ്റിനെ ചൊല്ലിയല്ല, അതിനപ്പുറത്തേക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ NCPയോട് കാണിച്ചിട്ടുള്ള അനീതിയുണ്ട്. വേണ്ടത്ര സീറ്റുകൾ നൽകിയില്ല, വിജയസാധ്യതയുള്ള സ്ഥലങ്ങൾ നൽകിയില്ല, അങ്ങനെ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി അത് പരിഹരിക്കണം. അപ്പോൾ അങ്ങനെ അതൃപ്തിയോടുകൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇനി നിൽക്കാൻ, കൂടുതൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ അക്കാര്യത്തിൽ ആശങ്ക ഉണ്ടാകും. അങ്ങനെയുള്ളൊരു പാർട്ടി ആ മുന്നണി വിട്ട് കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറാകുകയാണെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ടതല്ലേ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ? അതിനെപ്പറ്റി അഭിപ്രായം പറയായിട്ടില്ലല്ലോ. ഒന്ന്, NCP മുന്നണി വിടും എന്ന് അവർ പറഞ്ഞിട്ടില്ല. ആകെ തർക്കം എന്താ? മാണി സി കാപ്പൻ പറയുന്നു അദ്ദേഹം പാലാ വിടില്ല, എന്റെ ചങ്കാണ് പാല എന്ന് പറയുന്നു. ജോസ് കെ മാണി പറയുന്നു ഞങ്ങൾക്കത് കിട്ടിയേ തീരൂ. ഇതല്ലേ തർക്കം. അതുകൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വന്നിട്ടില്ലല്ലോ. പി ജെ ജോസഫ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതായിരിക്കാം. പക്ഷെ UDFിലായിട്ട് അങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടില്ല. ഞങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇടതുപക്ഷ മുന്നണിയിലും തർക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നതിന് തെളിവായിട്ട് വേണം നമുക്കിങ്ങനെ കാണാം. പിന്നെ ശ്രീ ജോസ് ഒരു കാര്യം ആലോചിക്കുന്നത് നല്ലതാണ്. നിങ്ങളെക്കാൾ വളരെ പവർഫുൾ ആയിരുന്നു വീരേന്ദ്രവാന്റെ പാർട്ടി. കറിവേപ്പില എടുത്ത് കളഞ്ഞു. ഞങ്ങളാ സ്വീകരിച്ചത്. RSP ഞങ്ങളാ സ്വീകരിച്ചത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പാർട്ടിയെ കളയാൻ അവർക്ക് അധികം നേരമൊന്നും വേണ്ട. INനെ പണ്ട് കളഞ്ഞിട്ടുണ്ട്, പിന്നെ എടുത്തിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും സൗകര്യപൂർവ്വം ആരെ കൊണ്ടാണ് മെച്ചം ഉണ്ടാകുന്നത് അവരെ കൂടെ നിർത്തും, ഇല്ലെങ്കിൽ അവർ പുറത്താക്കും. ഇതാണ് യാഥാർത്ഥ്യം. അല്ല ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജോസ്മോൻ ആണെങ്കിലും മാണി സി കാപ്പനാണെങ്കിലും അവരെ പൊരിവെയിലത്തോ പെരുമഴയത്തോ കോൺഗ്രസ് UDF നിർത്തില്ല. രാഷ്ട്രീയ അഭയം അവർക്ക് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നൽകുകയും ചെയ്യും, അല്ലേ? അല്ല, അതിപ്പോ പറയാറായിട്ടില്ലല്ലോ. ഇതിപ്പോഴ് ആക്ച്വലി ഈ നിങ്ങളുടെ ഈ മാധ്യമങ്ങൾ വരുന്ന ചർച്ചയില്ലാതെ
ഒന്നും പറഞ്ഞിട്ടില്ല. NCP ഇപ്പോഴും അവരുടെ ഘടകകക്ഷിയല്ലേ. ഇപ്പൊ ജോസഫോൻ പറഞ്ഞ 40 കൊല്ലം അവിടെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ്. ഇപ്പൊ ജോസഫോന്റെ പാർട്ടിക്ക് അവർക്ക് വീക്ക്നെസ് അറിയാം. എന്തുകൊണ്ടെന്നാൽ കുട്ടനാട് സീറ്റിലും പ്രശ്നമുണ്ട്. കുട്ടനാട് സീറ്റിലും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് അവരാണല്ലോ. അപ്പൊ ആ പ്രശ്നം അവിടെ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ UDF ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔദ്യോഗികമായി NCPയുടെ ഭാഗത്തുനിന്ന് അവർ ആ മുന്നണി വിടുകയും ഞങ്ങൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അന്ന് ഞങ്ങൾ UDF കൂടി തീരുമാനിക്കുക എന്ത് വേണം. അതിന്റെ അപ്പുറത്ത് ഇപ്പൊ ഞങ്ങളുടെ ഇഷ്യൂ ഇല്ല. അവിടെ LDFന്റെ അകത്തുള്ള പ്രശ്നമാണ്. ഇന്നലെ വരെ പറഞ്ഞ UDFന്റെ അകത്തുള്ള പ്രശ്നം എന്നാണ്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഏതായാലും പ്രശ്നമുണ്ടെന്ന് ഇപ്പോ പരസ്യമായി അവരുടെ കൂടെയുള്ള ഘടകകക്ഷി നേതാവിനെ പറഞ്ഞിരിക്കല്ലേ. അതാണ് കോൺഗ്രസിന്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ തുടരുക. ശ്രീ തോമസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തുടക്കത്തിൽ അദ്ദേഹത്തിന് ചില സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തുടക്കത്തിൽ ജോയിൻ ചെയ്യാൻ കഴിയാതിരുന്നത്. ശ്രീ തോമസ്, ശ്രീ ജോസ്മോൻ നേരത്തെ പറയുകയായിരുന്നു പാല എന്ന് പറയുന്നതല്ല പ്രശ്നം, പാല ഒരു പ്രശ്നമാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ NCP നേരിട്ട ഒരു പ്രശ്നം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അവഗണനയാണ്. വിജയ സാധ്യതയുള്ള അത്രയും സ്ഥലങ്ങൾ നൽകിയില്ല. അതേപോലെ തന്നെ പാർട്ടിക്ക് മുൻപ് നൽകിയിരുന്ന അത്രയും വാർഡുകളോ ഡിവിഷനുകളോ ഒന്നും നൽകാതെ അങ്ങനെ ഒരു പരിഗണന LDFിൽ നിന്നും ലഭിച്ചില്ല. അതൊരു വസ്തുതയല്ലേ ശ്രീ തോമസ്? അല്ല, അങ്ങനല്ല. ശരിക്കും ഒരു പുതിയ പാർട്ടി LDFിലേക്ക് വന്നു കഴിയുമ്പോൾ അവരെയും കൂടെ ഉൾക്കൊള്ളേണ്ടതായ ഒരു കടമ LDFിനുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പം കുട്ടനാട്ടിൻ്റെ അവസ്ഥ എനിക്ക് പറയാനായിട്ടൊക്കത്തുള്ളൂ. കുട്ടനാട്ടിനെ സംബന്ധിച്ച് നേരത്തെ NCP മത്സരിച്ചത് ഏകദേശം 19 സീറ്റിലാണ്. അത് ഇപ്രാവശ്യം അത് 8 സീറ്റായിട്ട് കുറഞ്ഞു. അതിൻ്റെ അർത്ഥം NCP അങ്ങ് തഴഞ്ഞൊന്നുമല്ല. പിന്നെ അവരെയും കൂടെ കാരണം ജനാധിപത്യ കേരള കോൺഗ്രസ്സുകാരും മാണി കോൺഗ്രസ്സുകാരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് മത്സരിക്കാൻ വരികയാണ്. അതിന് മുമ്പേ അവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ LDFിൽ വന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരെയും കൂടെ ഉൾക്കൊണ്ട് അവർക്കും കൂടെ സീറ്റ് കൊടുത്തേ ഒക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടുള്ള സീറ്റ് കുറച്ച് കുറയും. അപ്പോൾ അതിന് വിജയസാധ്യത ഉള്ള സീറ്റൊന്നും അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ മത്സരിച്ച പല സീറ്റുകളും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നുമല്ല, അവരെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഒരു ഘടകകക്ഷി വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ പ്രയോജനം LDFിനുണ്ടല്ലോ. പ്രത്യേകിച്ചും മാണി കോൺഗ്രസ്സുകാർ വന്നപ്പോൾ, ജനാധിപത്യ കേരള കോൺഗ്രസ്സുകാർ വന്നപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇടതുപക്ഷ മുന്നണിക്കുണ്ട്. അതുകൊണ്ട് അവരെയും കൂടെ ഉൾക്കൊണ്ട് സീറ്റ് കൊടുത്തതേ ഉള്ളൂ. കുട്ടനാട്ടിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലാതെ പിന്നെ പ്രത്യേകിച്ചും അവർക്ക് അവരുടേതായ റിക്വസ്റ്റ് ഉണ്ട്. കാരണം നിയമസഭാ സീറ്റിൽ നിങ്ങളാണ് മത്സരിക്കുന്നത്, അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഓൾറെഡി മത്സരിച്ച സിറ്റിംഗ് സീറ്റ് അവർക്ക് കൊടുക്കണം, വേറെ 1-2 സീറ്റും കൂടെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞതുള്ളതല്ലാതെ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ട് എൻ്റെ ഓർമ്മയിലില്ല, എൻ്റെ അറിവിലും ഇല്ല. ശ്രീ തോമസ്, അപ്പോൾ അങ്ങനെ ഒരു അതൃപ്തിയുടെ ഒരു ആവശ്യവുമില്ല ഈ ഘട്ടത്തിൽ, അല്ലേ? ഇല്ല, കുട്ടനാട്ടിൽ അങ്ങനൊരു ആവശ്യമില്ല, അങ്ങനെ വന്നിട്ടുമില്ല. കാരണം വളരെ വിശദമായിട്ട് അവർ ചർച്ച ചെയ്തു നമ്മളുമായിട്ട്. അത് ജില്ലാ സെക്രട്ടറി ആയാലും ഏരിയ സെക്രട്ടറിമാരായാലും LC സെക്രട്ടറിമാരായാലും ഇങ്ങനെയുള്ള വിഷയത്തിന് സപ്പോർട്ട് ചെയ്തു. CPIക്കാരും ആ വിഷയത്തിന് നമ്മളുമായിട്ട് ചർച്ച ചെയ്തു. അതുപോലെ മാണി കോൺഗ്രസ്സുകാരായാലും ജനാധിപത്യ കോൺഗ്രസ്സുകാരായാലും നമ്മുടെ അടുക്കൽ വന്ന് നമ്മളുമായിട്ടും ഡിസ്കസ് ചെയ്താണ് പല കാര്യങ്ങളും തീരുമാനിച്ചത്. കാരണം അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തിയും കുട്ടനാട്ടിൽ ഞാൻ തന്നെയാണ്. അപ്പോൾ കാര്യങ്ങൾ സിമ്പിളാണ്. ഈ പറയുന്നത് പോലുള്ള അതൃപ്തിയുടെയും ആശങ്കയുടെയും ഒരു കാര്യമില്ല, രാഷ്ട്രീയ സാഹചര്യമില്ല. കാരണം പുതിയ കക്ഷികൾ വരുന്നു, അവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്യണം, അതുകൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ ശ്രീ ജോസ്മോൻ തുടക്കത്തിൽ പറഞ്ഞത് ശരിയല്ല എന്ന് താങ്കളുടെ പാർട്ടിയുടെ തന്നെ ഒരു നേതാവ് പറയുന്നു. ജോസ്മോൻ, അല്ല, അദ്ദേഹം കുട്ടനാട്ടിലെ സാഹചര്യമാണ് പറഞ്ഞത്, കേരളത്തിലെ മൊത്തം സാഹചര്യമല്ല പറഞ്ഞത്. കുട്ടനാട്ടിൽ കഴിഞ്ഞ വർഷം മത്സരിച്ചതിനേക്കാൾ ആപേക്ഷികമായി വളരെ കുറവ് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകൾക്ക് വളരെ ശക്തിയുള്ളൊരു മണ്ഡലമാണ്, അവരുടെ പ്രസൻസ് ധാരാളമുള്ളൊരു മണ്ഡലമാണ് കുട്ടനാട്. അദ്ദേഹം കുട്ടനാടിൻ്റെ സാഹചര്യത്തിൽ അത് അവിടുത്തെ പാർട്ടി പ്രവർത്തകരെ പ്രതിനിധീകരിച്ച് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ കുട്ടനാട് മാത്രമല്ലല്ലോ കേരളം. കുട്ടനാടിന് പുറത്ത് പാർട്ടിയുണ്ട്, കുട്ടനാട് പുറത്ത് പാർട്ടി പ്രവർത്തകരുണ്ട്. പാലാ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് NCPക്ക് മത്സരിക്കാൻ കിട്ടിയ ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡ്, ഒരു മുനിസിപ്പൽ വാർഡ് മാത്രമാണ്. അവിടെ ഒരു പഞ്ചായത്ത് ഒഴികെ, എനിക്ക് തോന്നുന്നു 2 പഞ്ചായത്ത് ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്ത പാർട്ടിയാണ്. അപ്പം ഞങ്ങളുമായിട്ടൊരു ആശയവിനിമയം നടത്തുകയും
കൃത്യമായി ഞങ്ങളെ കൂടെ പരിഗണിക്കപ്പെടുകയും വേണ്ടതായിരുന്നു. അത് കേരളം മുഴുവൻ ആ പരാതിയുണ്ട്. അപ്പോൾ പുതിയ പാർട്ടികൾ വരുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ഞങ്ങളും സമ്മതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുന്ന കാര്യമാണ്. എല്ലാവർക്കും പഴയ നിലയിൽ തന്നെ തുടരാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ചില പാർട്ടികളുടെ സീറ്റുകളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടാകുന്നു. അങ്ങനെ ഒരു സ്വാഭാവികമായി പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാകുമല്ലോ. അല്ല ജോസ്മോൻ, മാത്രമല്ല ഇപ്പോൾ കുട്ടനാട് കാര്യങ്ങൾ ഭംഗിയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. കാരണം 18 തദ്ദേശ ഭരണ വാർഡുകളിലോ ഡിവിഷനുകളിലോ അത് 19 നിന്നും 8 കുറഞ്ഞു, പകുതിയിലധികം കുറഞ്ഞു. അങ്ങനെയൊക്കെ പകുതിയിലധികം സീറ്റോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ വിട്ടുകൊടുത്തിട്ട് ഒരു പാർട്ടിക്ക് എങ്ങനെ ഒരു അസ്തിത്വം ഉണ്ടാകും? കുറച്ച് കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉള്ളതിൽ വീണ്ടും പകുതിയായിട്ട് കുറയും. അങ്ങനെയായ ക്ഷയിച്ചില്ലാതെ ആകും. അല്ല, അത് ഇപ്പോൾ കുട്ടനാട്ടിലെ പാർട്ടിപ്രവർത്തകരുടെ ഒരു വികാരമായിരിക്കണം, അഭിപ്രായമായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. അതിപ്പം അദ്ദേഹം തന്നെ അത് വിശദീകരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ കാര്യം അതല്ല. കഴിഞ്ഞ ദിവസം ഈ ചർച്ചകൾ തുടങ്ങുന്ന ശ്രീ മാണി സി കാപ്പൻ ഇങ്ങനെ ഒരു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ സീറ്റ് കുറഞ്ഞു പോയതിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷമം വെളിപ്പെടുത്തുന്നു. അതിന് കാരണമായത് കോട്ടയത്തെ ശ്രീ ശരത് പവാറിൻ്റെ ജന്മദിനാഘോഷത്തിന് എത്തുമ്പോൾ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തോട് പറയും അവരുടെ വിഷമം പങ്കുവച്ചു. നമുക്ക് MLA-മാരാണ് മത്സരിക്കാൻ 4 പേർക്കേ കഴിയൂ. പക്ഷേ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെയാണ് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് അവസരങ്ങൾ കിട്ടേണ്ടത്. ആ അവസരങ്ങൾ നഷ്ടപ്പെട്ടാൽ അവരുടെ വിഷമം അവരുടെ നേതാവായ ശ്രീ മാണി സി കാപ്പനോട് പങ്കുവച്ചു. അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു അവഗണന ഉണ്ടായിട്ടുണ്ട്. അത് നിഷേധിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് എൻ്റെ ജില്ലയായ കോട്ടയത്തും ഞാൻ അറിയുന്ന മറ്റ് എല്ലാ പ്രദേശങ്ങളിലും സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. അതാണ് ശ്രീ തോമസ് വിഷയം. കാരണം താങ്കൾക്ക് ആ ഒരു പരിമിതമായിട്ടുള്ള ഒരു നിയോജക മണ്ഡലത്തിന്റെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം താങ്കൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിച്ചു നോക്കുക. കുട്ടനാട് എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ കേരളം അതിന് അപ്പുറത്തേക്കുമുണ്ട്. അവിടെ താങ്കളുടെ പാർട്ടിയുടെ അണികൾക്ക് മത്സരിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള സാഹചര്യം ഇല്ലാതെ പോകുന്നു. അത് LDF പരിഗണിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമല്ലേ ശ്രീ തോമസ്? ഇല്ല, കോട്ടയത്തെ കാര്യം മാത്രമാണ് ജോസ്മോൻ പറയുന്നത്. അല്ലാതെ ഇപ്പം കോഴിക്കോട്ടായാലും മറ്റ് പല സ്ഥലങ്ങളിലായാലും നല്ല രീതിയിലുള്ള പരിഗണന തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പാർട്ടിയല്ല 11 ഘടകകക്ഷികളുണ്ട് LDF-ൽ ഇപ്പോൾ. അപ്പോൾ ഇവരെ എല്ലാം ഉൾക്കൊള്ളണമല്ലോ. ഇപ്പം പല ആൾക്കാർക്കും അങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഉണ്ട്. കാരണം ഓരോ ആൾക്കാർക്കും അതിൻ്റേതായ രീതിയിലുള്ള സീറ്റ് വിഭജനം നടത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കാം. കാരണം ജോസ്മാൻ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു. കാരണം LDF-ന് ജനാധിപത്യ കേരള കോൺഗ്രസ്സുകാരെ മാണി കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് കുട്ടനാട് അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ്. പ്രത്യേകിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസ്സുകാർ കുട്ടനാട് അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ്, ഇല്ലെന്ന് പറയാതിരിക്കാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പല സീറ്റുകളും അവർ അവകാശവാദം ഉന്നയിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. കാരണം അവർ മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ സാധാരണ പഞ്ചായത്തിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്കോ അവർ മത്സരിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് 3 സീറ്റ് CPM-ഉം 1 സീറ്റ് ശരിക്കും മാണി കോൺഗ്രസുമാണ് മത്സരിച്ചത് ഇവിടെ. കാരണം വളരെ കോൺഗ്രസ്സുകാർക്ക് വളരെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു മണ്ഡലമാണ് ചമ്പക്കുളം ഡിവിഷൻ. അവിടെ ബിനു ഐസക് രാജ് ജയിച്ചെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ജയസാധ്യതയുള്ള, അത് ശരിക്കും NCPയുടെ സീറ്റാണ്, ജയസാധ്യതയുള്ള ഒരു സീറ്റാണത്. അപ്പോൾ കാരണം പല പ്രാവശ്യവും NCPക്കാർ മത്സരിച്ചിട്ട് അവിടെ പരാജയപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരുടെ സിറ്റിംഗ് സീറ്റാണ് അവർ കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും. റൈറ്റ്. ശ്രീ ജോർജ് പൊടിപ്പാറ, അപ്പോൾ സത്യത്തിൽ പാല എന്നത് അപ്പുറത്തേക്ക് മാറ്റി നിർത്തുക. പാല ഒരു വിഷയം മാത്രമാണ്. പാലായ്ക്ക് അപ്പുറത്തേക്ക് കുറെ കൂടി അടിത്തട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ തലങ്ങളിലോ ഒക്കെ ഈ അഭിപ്രായ ഭിന്നതയുണ്ട്. ആവശ്യമുള്ളത് കിട്ടിയില്ല എന്നുള്ള ഒരു പക്ഷത്തിൻ്റെ തോന്നലും അങ്ങനെയുള്ള ഒരു ഫിഗേഴ്സ് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സത്യവും, അതിനപ്പുറത്തേക്ക് മറുപക്ഷത്തിനാണെങ്കിൽ അല്ല അവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകാം എന്നുള്ള ഒരു തോന്നൽ. എന്ന് പറഞ്ഞാൽ ഇടതു മുന്നണിയിൽ ഉറച്ചു നിൽക്കാം, മറ്റവർക്ക് തോന്നുന്നു ഇടതു മുന്നണി അത്ര സേഫ് അല്ല എന്ന്. അപ്പോൾ അടിത്തട്ടിൽ അങ്ങനെ ഒരു 2 ചിന്ത ഉണ്ട് എന്നുള്ളതാണ് ശ്രീ ജോർജ് പൊടിപ്പാറ വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും NCPയുടെ ജോസ്മോനും തോമസ് കെ തോമസും ഇതുവരെ സംസാരിച്ചത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന വികാരം അതാണ്. ഒരു വശത്ത് ജോസ്മോൻ കൃത്യമായി പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NCPക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല, NCP വളരെ എന്താ പറയാ വലിയ അളവിൽ അവഗണിക്കപ്പെട്ടു.
ഒരു പുതിയ ഘടകകക്ഷി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ കുറവുകൾ സംഭവിക്കും, അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പാടെ തഴയപ്പെടുകയും 40 വർഷമായിട്ട് കാണിച്ച കൂറിന് ഒരു വിലയും ഇടാത്ത രീതിയിൽ ഇങ്ങനെ പ്രാന്തവൽക്കരിക്കപ്പെടുകയും ചെയ്തു എന്ന് അദ്ദേഹം വളരെ വളരെ ശക്തമായിട്ട് പരാതിപ്പെടുന്നു. മറുവശത്ത് തോമസ് കെ തോമസ് ആകട്ടെ കുറച്ചുകൂടി ഇടതു മുന്നണി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പുതിയ ഘടകകക്ഷി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതിഫലനങ്ങൾ സീറ്റ് വിഭജനത്തിലുണ്ടാവും. അതിൻ്റെതായ ഒരു സ്വാഭാവികമായ ഒരു വിഹിതക്കുറവല്ലാതെ അതിനപ്പുറത്തേക്ക് അവഗണിക്കപ്പെട്ടു അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടു എന്നൊരു തോന്നലില്ല. ഇടതു മുന്നണിയുടെ സമീപനത്തോട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അമർഷവുമില്ല. അപ്പൊ ഇത് വരാനിരിക്കുന്ന വലിയ ഒരു സംഗതിയുടെ നാന്ദിയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. കാരണം NCP ഈ പാലാ സീറ്റിന്റെ കാര്യത്തിൽ ഇനി ഒരു തർക്കം വരികയും പാലാ സീറ്റ് മാണി സി കാപ്പന് നൽകാതെ ജോസ് കെ മാണിക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിക്കുകയും ചെയ്താൽ മുന്നണി വിടേണ്ടി വന്നാൽ അതിന് തയ്യാറായി പോലും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഈ വിഭാഗം തയ്യാറായേക്കും. പക്ഷെ മറുവശത്താകട്ടെ തോമസ് കെ തോമസിനെ പോലുള്ള ആളുകളും ഒരുപക്ഷെ AK ശശീന്ദ്രനെ പോലുള്ള ആളുകളും പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു വിഭാഗം ഈ വികാരവുമായിട്ട് യോജിക്കാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല ഇടതുമുന്നണിയാണ് കുറച്ചുകൂടി കംഫർട്ട് സോൺ. അവിടെ നിന്നുകൊണ്ട് കിട്ടുന്ന സീറ്റുകൾ നേടിക്കൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ വർത്തമാനകാല യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട് ആ മുന്നണിയുടെ ഭാഗമായി തന്നെ തുടരുന്നതാണ് അഭികാമ്യം എന്നൊരു ചിന്ത ഒരു വിഭാഗത്തിനെങ്കിലും ഉണ്ട്. അതിനും രാഷ്ട്രീയമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളും അല്ലെങ്കിൽ കുറച്ചുകൂടി ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു എന്താ പറയാ ഒരു വസ്തുതാ ബോധവും ഒക്കെ അവർക്കും പറയാനുണ്ടാകും. ഏതായാലും NCPയിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ ഒട്ടും സുഗമമാവില്ല. ശ്രീ ജോർജ് പൊടിപ്പാറ തുടരുക, അതോടൊപ്പം തന്നെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ മറ്റ് അതിഥികളും തുടരുക. ചെറിയൊരു ഇടവേള വേണ്ടതുണ്ട്, വളരെ പെട്ടെന്ന് നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. പിളരുന്നത് ആർക്ക് വേണ്ടി എന്നുള്ളതാണ്. നമ്മളോടൊപ്പം അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇടവേളയ്ക്ക് മുൻപ് കേട്ട ആ വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ ശ്രീ തോമസ് കെ തോമസ് ആണെങ്കിലും ജോസ് മോൻ ആണെങ്കിലും പറഞ്ഞു വെച്ചതും ശ്രീ ജോർജ് പൊടിപ്പാറ നടത്തിയ ഒരു വിലയിരുത്തലും, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇടതുമുന്നണിയിൽ കാര്യങ്ങൾ അത്രയ്ക്ക് ഭദ്രമല്ല എന്നുള്ള താങ്കളുടെ വിലയിരുത്തൽ അത് ശരിയാണ്. കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട് അത് ശരിയാണ് എന്ന് വരുന്നു. ഇവിടെ ഈ പറയുന്നത് പോലെ പാലായോ അല്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോ ഇതൊക്കെ മാറ്റി നിർത്തുക. ഇതിനപ്പുറത്തേക്ക് NCP ഒരു ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടി എന്നുള്ളൊരു കൺസിഡറേഷൻ കേരളത്തിൽ അവർക്ക് കിട്ടുന്നില്ല. മാത്രമല്ല ശരത് പവാർ UPAയുടെ നേതൃസ്ഥാനത്തേക്ക് വരാനൊക്കെ പോകുന്നു. അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. അതിന് എന്താകുമെന്നും നമുക്ക് അറിയില്ല. ഏതായാലും ആ തരത്തിൽ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ആ വിധത്തിൽ ഒരു ദേശീയ പാർട്ടി ആയിട്ടുള്ള NCP ഇവിടെ ഈ പറയുന്നത് പോലെ ഒരു തദ്ദേശ സീറ്റ് പോലും ലഭിക്കാത്ത അത്രയ്ക്ക് അരക്ഷിതാവസ്ഥയിൽ കഴിയേണ്ട കാര്യമുണ്ടോ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ? എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ പറയാം. NCPയിൽ ഒരു വിഭാഗം ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവരാണ്. അത് അവർ നോക്കുന്ന ഒരു രാഷ്ട്രീയമായ വിജയമാണ്. ഇപ്പൊ ശരത് പവാർ ആ NCPയിൽ നിന്ന് മുന്നേ മാറണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മാറില്ല, അദ്ദേഹം അവരുടെ കൂടെ നിൽക്കുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ജയിക്കാൻ നല്ലത് അപ്പുറത്താണ്. ഇപ്പൊ ശ്രീ തോമസ് കെ തോമസ് ഞാൻ കേട്ടു, കുട്ടനാടും എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ സീറ്റ് അവിടെ കിട്ടിയേക്കും എന്നുള്ള ധാരണ അദ്ദേഹം അവിടെ നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ NCP എന്ന പാർട്ടി പഴയ കോൺഗ്രസ് യുവിന്റെ പാർട്ടിയായിട്ട് വന്നതാണെങ്കിലും അവര് പലപ്പോഴും ഇങ്ങനെ വന്ന് ചെറുതായി ശരത് പവാർ കോൺഗ്രസ് വിട്ടപ്പോഴേക്ക് NCP ചേർന്നതിന് മുമ്പ് കോൺഗ്രസ് എസ് ആയിരുന്നു. ഇപ്പോഴും കടന്നപ്പോഴും കോൺഗ്രസ് എസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഒരു വിലയിരുത്തൽ, ഞങ്ങൾ കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഇപ്പൊ സമയമായിട്ടില്ല. ഇപ്പൊ NCP ദേശീയ പാർട്ടിയാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ്. ശരത് പവാർ UPAയുടെ പ്രധാനപ്പെട്ട നേതാവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ NCP ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനം അത് വരുമ്പോഴേക്ക് ഞങ്ങൾ റിയാക്ട് ചെയ്യാം. പക്ഷെ എന്നാലും എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ പറയാം, ശരത് പവാർ വിചാരിച്ചാൽ പോലും ഇപ്പോൾ NCP ഇന്ന് ശശീന്ദ്രനും ഈ തോമസ് കെ തോമസ് അടക്കമുള്ള കുറെ പേര് അവിടെ LDF വിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് അവരുടേതായ കാരണങ്ങളാണ്. അല്ല ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് രാഷ്ട്രീയ കാരണമല്ലല്ലോ. താങ്കൾ വിശദീകരിച്ചതുപോലെ തന്നെ എലത്തൂരാണെങ്കിലും കുട്ടനാടാണെങ്കിലും അത് മാത്രമല്ല അക്കാര്യത്തിൽ അവർക്ക് നോട്ടമുള്ളൂ. ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അപ്പോഴും ഒരു NCP കേരള ഘടകത്തിൽ പിളർപ്പാറ്റിൽ വരാൻ പോകുന്നുള്ളൂ. ഇപ്പൊ ശ്രീ ജോസ്മൻ പറഞ്ഞ പോലെ ഇപ്പൊ ശ്രീ കാപ്പന്റെ ഇഷ്യൂ എന്താ? കാപ്പന്റെ ഇഷ്യൂ പാലാ ഒതുങ്ങി നിൽക്കുന്നതാണ്. പാലാ സീറ്റ് അദ്ദേഹം ശരിയാണ്, കാപ്പന്റെ മിടുക്കൊണ്ടായാലും വിജയിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇത് മാണി സാറുമായിട്ട് കഴിഞ്ഞ 3 ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുമ്പോഴേക്കും മെജോറിറ്റി കുറച്ച് തുടർന്ന് മാണി സാറ് മരിച്ചതിന് ശേഷം ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വിജയിക്കാൻ സാധിച്ചു. അത് കാപ്പന്റെ പേഴ്സണൽ വിക്ടറി ആണെന്ന് ഞാൻ പറയാം. പക്ഷെ ഉള്ള പ്രശ്നം NCP എന്നുള്ള ഒരു പാർട്ടിയുടെ ഒരു ലൈൻ ഉണ്ടല്ലോ,
ആ ലൈൻ ഒന്ന് എടുക്കേണ്ടത് അഖിലേന്ത്യാ തലത്തിൽ എടുക്കേണ്ടതാണ്. ഇടതുപക്ഷത്തിനകത്ത് ഇവിടെ വളരെയധികം നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. ശ്രീ ജോസ്മോൻ, ഈ വിഷയത്തിൽ സ്വാഭാവികമായും ഇപ്പോൾ ഈ പറയുന്നത് പോലെ LDF വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതിയുള്ള സാഹചര്യത്തിൽ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ പിന്നെ അത് UDF ആണല്ലോ. UDF സ്വാഭാവികമായും ഇപ്പോൾ ജോസ് കെ മാണി അങ്ങോട്ട് പോയ സാഹചര്യത്തിൽ ഒരു ഘടകകക്ഷി അവർക്ക് ഇടതുപക്ഷത്തൊന്നും കിട്ടുകയാണെങ്കിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. മാത്രമല്ല താങ്കൾ പറഞ്ഞതുപോലെ തന്നെ 4 സീറ്റിൽ 3 ജയിച്ചു എന്നുള്ള ഒരു പാരമ്പര്യം കൂടെ നിങ്ങൾക്ക് അവകാശപ്പെടുകയും ചെയ്യാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ UDF മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ദേശീയ സ്ട്രീമുണ്ട്. അങ്ങനെയാണല്ലോ നിങ്ങളുടെ പ്രവർത്തനവും. അപ്പോൾ അങ്ങനെ കുറേ അനുകൂല ഘടകങ്ങൾ അപ്പുറത്ത് കാണുന്നില്ലേ ശ്രീ ജോസ്മോൻ? ആദ്യമായി തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഇവിടെ വായിച്ചെടുക്കപ്പെടുന്നത്. അതായത് എന്നോട് ചോദിച്ച 2 ചോദ്യം പാലായിലും ആയി ബന്ധപ്പെട്ട അതൃപ്തി NCP കൂട്ടുമെന്നുള്ളതാണ്. അതൃപ്തി ഞങ്ങൾക്കുണ്ടായിരുന്നത് ലോക്കൽ ബോഡി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അത് പ്രകടിക്കപ്പെട്ട് കഴിഞ്ഞു, ഞങ്ങളത് പ്രകടിപ്പിച്ചു, അത് കഴിഞ്ഞ കഥയാണ്. ഇപ്പോൾ ഏതാണ്ട് NCP പിളർന്നു എന്ന മട്ടിലാണ് ചർച്ചകൾ പോകുന്നത്. അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിന്ന് ഒരു കോർണറിൽ നിന്നും പാലാ സീറ്റ് ശ്രീ ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാനുള്ള ഒരു രാഷ്ട്രീയ അന്യായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമല്ല. പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ കോൺഗ്രസുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത്, കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് സഖ്യം മഹാരാഷ്ട്രയിൽ മാത്രമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഗോവയിലും ഗുജറാത്തിലും ഈവൻ തൊട്ടടുത്ത് ബീഹാറിൽ വരെ ഞങ്ങൾ പരസ്പരം മത്സരിച്ച കക്ഷികളാണ്. അതുകൊണ്ട് അങ്ങനെ കോൺഗ്രസിനോട് അത്യധികമായ അദമ്യമായ പ്രേമമൊന്നുമില്ല. കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് പല സ്ഥലത്തും വിയോജിപ്പുകളാണുള്ളത്. പക്ഷേ ഇവിടെ ഞങ്ങൾ കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. ആ നിലപാടിനെ ഞങ്ങളുടെ ദേശീയ നേതൃത്വം അംഗീകരിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ എന്തിനുമാകണം, ഞങ്ങൾ എന്തിനു പിളരണം, ഞങ്ങൾ പിളർന്നു കഴിഞ്ഞു എന്ന മട്ടിൽ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ എന്തിനാണ് പിളരുന്നത്? അല്ല, ഈ പിളരേണ്ട സാഹചര്യം ഏതായാലും ഇപ്പോൾ 4 സീറ്റ് നിങ്ങൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ താങ്കൾക്കും ഈ പാനലിലുള്ള എല്ലാവർക്കും അറിയാവുന്നതുപോലെ 4 സീറ്റ് ഏതായാലും കിട്ടാൻ പോകുന്നുണ്ടാകില്ല. കാരണം ശ്രീ തോമസ് കെ തോമസ് വളരെ കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ ഒരു കക്ഷി കൂടെ വന്നിട്ടുണ്ട്, അവരെ അക്കോമഡേറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടനാട് സംഭവിച്ചത് 19-8 കുറഞ്ഞതാണെങ്കിൽ പോലും ഈ 4-2 കുറയാം. അങ്ങനെ ആ ഒരു സാമാന്യമായിട്ടുള്ളൊരു കണക്ക് നോക്കിയാൽ അങ്ങനെയുള്ളൊരു അവഗണനയാണ് വരുന്നതെങ്കിൽ പിന്നെ താങ്കൾ പറയുന്നത് പോലെ ഒരു നീതീകരണവും പിന്നെ LDFന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. അങ്ങനെയല്ല. ലോക്കൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒരുപാട് സീറ്റുകൾ മത്സരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വെർഷൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കേണ്ടതല്ലാത്ത അതിൽ നിന്ന് അധികം സീറ്റുകൾ ഞങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഒരുപാട് ത്യാഗം ചെയ്ത പോലെയായി. പക്ഷേ നാമമാത്രമായി വെറും 4 സീറ്റുകൾ മാത്രം മത്സരിക്കുന്ന സാഹചര്യത്തിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഞങ്ങളെ അങ്ങനെ വെട്ടിമുറിക്കേണ്ട ആവശ്യമില്ല. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കാണ് അവിടെ വിജയസാധ്യത. നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുകയും വേണമല്ലോ. അല്ലാതെ ഇപ്പോൾ തോമസ് കെ തോമസ് തന്നെ പറഞ്ഞതുപോലെ ചില സീറ്റുകൾ വിജയസാധ്യത നോക്കി വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പോൾ പാലയായാലും കുട്ടനാടായാലും എലത്തൂരായാലും NCP സ്ഥാനാർത്ഥിക്കാണ് കൂടുതൽ വിജയസാധ്യത. കാരണം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു മരുഭൂമിയായിരുന്ന പാലയെ ഒരു മലർവാടിയാക്കി മാറ്റിയത് NCPയും ശ്രീ മാണി സി കാപ്പനുമാണ്. അപ്പോൾ അത് അവരിൽ നിന്ന് ബലം പ്രയോഗിച്ചെടുത്ത് മറ്റൊരു തോറ്റവർക്ക് കൊടുക്കുന്ന ഒരു മൗഢ്യം, ഒരു വിഡ്ഢിത്തരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ കുട്ടനാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയായിട്ടും NCP ജയിച്ച മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലങ്ങൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്നു പോന്നിട്ടുള്ള ധാർമ്മികമായൊരു സമീപനം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അല്ലാതൊരു സമീപനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ശ്രീ തോമസ് കെ തോമസ്, ഈ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ LDF ഇത്തരത്തിലുള്ള ഒരു അനീതി ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പരാതി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ചിലപ്പോൾ LDF ഫോറത്തിൽ അവതരിപ്പിക്കുകയും അക്കാര്യം ചർച്ച ചെയ്യുകയും പരിഹരിക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ ഒരു ഹൃദയത്തിൽ മുറിവേറ്റിട്ടോ ഉണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ UDF എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷനാണോ? നമുക്കറിയാമല്ലോ അതിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കുന്നത് പോലും ആത്മഹത്യാപരമാകില്ലേ ശ്രീ തോമസ് കെ തോമസ്? അല്ല, അതിനേക്കാളുപരിയായിട്ട് ഇപ്പം ജോസ് മോൻ തന്നെ പറഞ്ഞു, ഇപ്പം കുട്ടനാടായാലും പാലായാലും എലത്തൂരായാലും
LDFിൽ നിന്ന് ജയിക്കുവാൻ സാധിച്ചു. പിന്നെ കുട്ടനാടിനൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ UDFിൽ നിന്നും ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വ്യക്തിപ്രഭാവമായിട്ട് അതിനെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFിൻ്റെ ഭാഗത്തുനിന്ന് ദോഷകരമായ ഒരു പ്രവർത്തനവും NCPക്ക് ഉണ്ടായിട്ടില്ല. അവർ നമ്മളെ ഉൾക്കൊള്ളുന്നുമുണ്ട്, നമ്മളെ എല്ലാ കാര്യത്തിനും അവർ അറിയിക്കുന്നുണ്ട്, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഒരു നല്ല സഹകരണമാണുള്ളത്. പ്രത്യേകിച്ചും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പെന്ന് പറയുന്ന ഉജ്ജ്വലമായ ഒരു വിജയം. കാരണം ഇത്രയും വലിയൊരു വിജയം കുട്ടനാടിൻ്റെ ചരിത്രത്തിൽ കിട്ടത്തില്ല. എനിക്കിപ്പം കുട്ടനാടിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനൊക്കത്തുള്ളൂ. ബാക്കിയുള്ള ഏരിയയെക്കുറിച്ച് അറിയാവുന്നവർ പറയണം. ജോസ് മോനും ഇപ്പം കോട്ടയത്തെക്കുറിച്ച് പറയാൻ സാധിക്കും. മറ്റ് AK ശശീന്ദ്രൻ ഞങ്ങളുടെ മന്ത്രിക്ക് പിന്നെ കോഴിക്കോടിനെ കുറിച്ച് പറയാൻ സാധിക്കും. മറ്റുള്ള ആൾക്കാർക്ക് അവരുടെ ദേശത്തെക്കുറിച്ച് പറയാൻ സാധിക്കും. ഇപ്പം കുട്ടനാടിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പിന്നെ പറയുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് മത്സരിച്ചെങ്കിലും ഞങ്ങൾക്ക് ഒരു സീറ്റിലേ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല, പിന്നെ 3-ലധികം സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ. അപ്പോൾ ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ LDFോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇപ്രാവശ്യത്തെ വിജയം എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു ശക്തമായിട്ടുള്ളൊരു വിജയമാണ്. അല്ല, ശ്രീ തോമസ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ, ഒരു സംശയം. ഇന്നിപ്പോൾ സംസാരിച്ച പീതാംബരൻ മാസ്റ്റർ, സംസ്ഥാന പ്രസിഡന്റ്, നോക്കുക, പ്രസിഡന്റിനോട് ചോദിക്കുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് പറയുന്നത് എന്താ? ഞങ്ങൾ ഒരു മുന്നണിയിലുണ്ടാകും, ഇപ്പോൾ ഒരു മുന്നണിയിലുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ ഇടതുമുന്നണിയിൽ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. ഞങ്ങൾ ഒരു മുന്നണിയിലുണ്ടാകും, ഇപ്പോൾ ഒരു മുന്നണിയിലുണ്ടല്ലോ. അങ്ങനെ പറയണോ? ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്നാ വെട്ടി തുറന്ന് പറഞ്ഞുകൂടെ ഞങ്ങൾ ഇടതുമുന്നണിയിലാണ്, ഇടതുമുന്നണിക്ക് ഒപ്പമുണ്ടാകും, ഇടതുമുന്നണി വിട്ടുപോകേണ്ട സാഹചര്യമില്ല? അങ്ങനെ പറയേണ്ട ഒരു ആർജവും സംസ്ഥാന പ്രസിഡന്റ് കാണിക്കണ്ടേ ശ്രീ തോമസ് കെ തോമസ്? അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇടതുമുന്നണിയിലാണ്, ഇടതുമുന്നണിയിൽ തന്നെ കാണും, ഇപ്പോൾ ഇടതുമുന്നണി വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല, അങ്ങനത്തെ ഒരു വിഷയവും ഞങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെ പീതാംബരൻ മാസ്റ്റർ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കേട്ടതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തെറ്റായിട്ട് പറയുന്നത് എനിക്കറിയത്തില്ല, ഞാനത് കേട്ടതാണ്. അതങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. ഇപ്പോൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു വിഷയം? കാരണം ആദരണീയനായ PJ ജോസഫ് മാണി സി കാപ്പനെ UDFിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ അവരുടെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. കാരണം NCPയെ ക്ഷണിക്കത്തക്ക രീതിയിൽ UDF തരം താണു പോയോ? അല്ല, നിങ്ങളെ ക്ഷണിക്കുന്നത് അത്ര തരം താഴാവുന്നത് എങ്ങനെയാണ് ശ്രീ തോമസ് കെ തോമസ്? ഞങ്ങൾ LDFിൽ ഉറച്ചു നിൽക്കുകയും ഞങ്ങൾക്ക് 3 സിറ്റിംഗ് MLAമാരുള്ളതും വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച പാലായും കുട്ടനാട് വല്ലത്തൂരും, അതുപോലെ ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ഞങ്ങളെ ഇപ്പോൾ അവർ വിളിക്കുന്നത് ശരിക്കും ഒരു നിലപാടിൽ താഴ്ന്നതാണ്. കാരണം ഇപ്പോൾ മാണി കോൺഗ്രസ് ഞങ്ങളോട് വന്ന് അവർ പുറത്താക്കിയത് കൊണ്ടാണ് വന്നത്, അല്ലാതെ അവരെ ഇടതുമുന്നണി പോയി ക്ഷണിച്ചതല്ല, നിങ്ങളിങ്ങോട്ട് വരാൻ പറഞ്ഞൊന്നുമില്ല. അവരെ പുറത്താക്കിയിട്ട് അവരൊരു തീരുമാനം എടുത്താണ് വന്നത്. ഇപ്പോൾ ഞങ്ങളൊരു ഭരണകക്ഷിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഉജ്ജ്വലമായൊരു വിജയം നേടിയവരാണ്. പ്രത്യേകിച്ചും ആലപ്പുഴയിലും കുട്ടനാട്ടിലും പ്രതീക്ഷിക്കാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടുള്ളൊരു വിജയം. കാരണം ഞങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇത് ഒരു തെരഞ്ഞെടുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഭരണകക്ഷിയുടെ വിലയിരുത്തലായിരിക്കും എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ കൂട്ടിമാട്ടുന്ന രീതിയിലുള്ളൊരു സംസാരമല്ലേ വരുന്നത്. കാരണം ഞങ്ങൾ ഒരു ഭരണകക്ഷിയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളിങ്ങോട്ട് പോരൂ, പാലായിൽ കാപ്പനായിരിക്കും UDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എനിക്കൊരു നിലവാരത്തിൽ കുറഞ്ഞൊരു സംസാരമായിട്ട് അത് ശ്രീ ജോസ്മോൻ, ഇതാണ് ഇപ്പോൾ നിങ്ങളെ ക്ഷണിക്കുന്നത് പോലും നിലവാരത്തിൽ കുറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണ് UDF ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്നത്, PJ ജോസഫ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നിലവാര തകർച്ചയാണോ നിങ്ങളെയൊക്കെ ക്ഷണിക്കുമ്പോൾ? നിങ്ങളുടെ ഒരു വിലയും നിങ്ങളുടെ ഒരു സ്വാധീനവും വിജയ സാധ്യതയും ഒക്കെ കണ്ടറിഞ്ഞുള്ള ഒരു അംഗീകാരമായിട്ടല്ലേ അതിനെ കാണേണ്ടത് ജോസ്മാൻ? തീർച്ചയായും NCP ഒരു ദേശീയ പാർട്ടിയാണ്. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടി പ്രവർത്തകരും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഒക്കെ ഉള്ളൊരു പാർട്ടിയാണ്. തീർച്ചയായും NCP ഒരു പാർട്ടിയെ ഉൾക്കൊള്ളാൻ ചില മറ്റ് പാർട്ടികൾ തയ്യാറാകുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. കാരണം ഞങ്ങളുടെ പാർട്ടി വർഷങ്ങളായി 40 വർഷമായി സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ്. പക്ഷേ ഞങ്ങൾ അവരുടെ സന്മനസ്സിന് നന്ദി പറയുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ ഞങ്ങൾ സംതൃപ്തരാണ്. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ ഐക്യം എന്ന് പറയുന്ന ആ ഒരു ആശയം ആദ്യമായി മുമ്പോട്ട് വെച്ചത് അന്നത്തെ കോൺഗ്രസ് യു ആണ്. ആ കോൺഗ്രസ് യുവിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ NCP.
അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിന് ആശയം നൽകിയത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് അവിടെ നിന്നേ കഴിയൂ. ഞങ്ങൾ നിൽക്കുന്നിടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ മറ്റൊരു കക്ഷിയുടെ നേതാവ് ഞങ്ങളെ അദ്ദേഹത്തെ ക്ഷണിക്കുക, ഞങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നത് തീർച്ചയായും അത് NCPയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലവാര തകർച്ചയായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ശ്രീ ജോർജ് പൊടിപ്പാറ, അപ്പോൾ നിലവാര തകർച്ചയല്ല, മറിച്ച് അതൊരു അംഗീകാരമാണ് എന്ന് പറയേണ്ടി വരും. ഇതോടൊപ്പം തന്നെ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പാലായെ പൂങ്കാവനമാക്കി മാറ്റിയ മാണി സി കാപ്പൻ, ആ മാണി സി കാപ്പന് അവിടെ പാലായിൽ ഇനി നിൽക്കാൻ പറ്റുമോ എന്ന് അറിയാത്തൊരവസ്ഥ. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അരക്ഷിത ബോധം ഒരു ഘടകകക്ഷിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയും അല്ലെങ്കിൽ മറുപക്ഷത്ത് എന്താണ് നടക്കുന്നത് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടുമാകില്ലേ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. അത് നമുക്കറിയാം. ഇപ്പൊ ഇടതുമുന്നണിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകത, അതൊരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ്. NCPയെ അവഗണിക്കുക അല്ലെങ്കിൽ NCPയെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യമൊന്നും സത്യത്തിൽ ഇടതുമുന്നണിക്ക് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ അവസ്ഥയിൽ മധ്യ തിരുവിതാംകൂറിൽ ഇടതുമുന്നണിക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യവും അതിന് ചേർന്ന ഒരു രാഷ്ട്രീയ തീരുമാനവും എടുത്തിരിക്കെ ഇടതുമുന്നണിക്ക് അനിവാര്യമായി തീരുന്ന ഒരവസ്ഥയാണ് പാലായിൽ ഉണ്ടാകുന്നത്. അത് മാണി സി കാപ്പനെ ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ NCPക്ക് പാലാ സീറ്റ് കൽപ്പിച്ചു കൂട്ടി നിഷേധിക്കണമെന്നുള്ള ഇടതുമുന്നണിയുടെ ഒരു തീരുമാനമല്ല, മറിച്ച് ഉരുത്തിരിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അവരുടെ മേൽ ചെലുത്തുന്ന ഒരു സമ്മർദ്ദമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ UDF എന്ന് പറയുന്നത് NCPക്ക് നല്ലൊരു ഓപ്ഷനാണോ ശ്രീ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു നല്ല ഓപ്ഷനാണോ ശ്രീ ജോർജ് പൊടിപ്പാറ? തീർച്ചയായിട്ടും NCPയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊരു അഭിമാന പ്രശ്നമായിട്ട് കാണും. പ്രത്യേകിച്ചും മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചെറിയ നേട്ടമല്ല അദ്ദേഹം അവിടെ നടത്തിയിരിക്കുന്നത്. സാക്ഷാൽ KM മാണിയോട് എത്രയോ തവണ ഏറ്റുമുട്ടി വീരകരമം അടഞ്ഞ മാണി സി കാപ്പൻ ഒടുവിൽ അദ്ദേഹത്തിന്റെ ജീവിത സ്വപ്നം തന്നെ സാക്ഷാത്കരിച്ച് ഇടതുമുന്നണിക്ക് നേരത്തെ ശ്രീ ജോസ്മൻ പറഞ്ഞതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വല്ലാത്ത തോൽവി അഭിമുഖീകരിച്ചൊരു രാഷ്ട്രീയ തിരിച്ചടി നേരിട്ട് നിന്നിരുന്നൊരു ഘട്ടത്തിൽ ഒരിക്കലും കിട്ടാത്ത പാലാ സീറ്റിൽ ഉജ്ജ്വല വിജയം കൊയ്തെടുത്ത് ഏറ്റവും അനിവാര്യമായിരുന്ന ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞ പാർട്ടിയാണ് NCP. അതിന്റെ നേതാവാണ് മാണി സി കാപ്പൻ. സ്വാഭാവികമായിട്ടും ആ പാലാ സീറ്റിൽ വീണ്ടും മത്സരിക്കണമെന്നും താൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയം ആവർത്തിക്കാനുള്ള അവസരം വേണമെന്നും മാണി സി കാപ്പൻ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷനൊക്കെ പറഞ്ഞതുപോലെ കോൺഗ്രസ് അങ്ങനെ മാറി നിന്ന് ഇപ്പോൾ PJ ജോസഫിന് ഇറക്കിയാണോ കളിക്കേണ്ടത്? ആ കോൺഗ്രസ് തന്നെ ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങുകയും നേരത്തെ തന്നെ നോക്കുക, കോടിയേരി ബാലകൃഷ്ണനാണ് പറഞ്ഞത് ജോസ് കെ മാണിക്ക് അവിടെ അതൃപ്തി ഉണ്ടെങ്കിൽ ഇവിടെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്താവന നടത്തിയത്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിലൊന്നും ഇതുവരെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ NCPക്കും ആശയക്കുഴപ്പമുണ്ടാകും ശ്രീ പൊടിപ്പാറ. അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ചാടി കയറിയുള്ള ചില പ്രസ്താവനകൾ ചില സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം PJ ജോസഫിലൂടെ കോൺഗ്രസ് കൂടി അറിഞ്ഞു തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇച്ചിരി തീ എന്ന് പറഞ്ഞാൽ രണ്ട് ഭയമെന്ന് അറിഞ്ഞൂടെ എന്നുള്ള പഴയ പ്രയോഗം പോലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ചില അർത്ഥതലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മാണി സി കാപ്പനെ പെരുവഴിയിലോ അല്ലെങ്കിൽ പെരുമഴയത്തോ നിർത്തില്ല. ഇങ്ങോട്ട് വന്നാൽ, അതായത് ഇടതുമുന്നണി വിട്ട് പാലാ സീറ്റിന്റെ പേരിൽ ഇടതുമുന്നണിയോട് ഇടഞ്ഞ് പുറത്തു വന്നാൽ മാണി സി കാപ്പന് അനാഥനാവില്ല. തീർച്ചയായും അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകും. പാലാ സീറ്റ് തന്നെ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടുള്ള ഒരു ഫോർമുലയ്ക്ക് UDF തയ്യാറാകും. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFന് മറച്ചു ചിന്തിക്കാൻ ന്യായമില്ല. അത് തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരുപക്ഷെ സംഭവിക്കാനിരിക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യവും അത് തന്നെയായിരിക്കുമെന്നാണ് ഞാൻ റൈറ്റ്. വളരെ അധികം നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ. അതോടൊപ്പം തന്നെ നമ്മുടെ സമയം തീരുകയാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ ജോസ്മോൻ, ശ്രീ തോമസ് കെ തോമസ് ചർച്ചയിൽ പങ്കെടുത്തതിൽ എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഏതായാലും KM മാണിയുടേതാണ് ആപ്തവാക്യം എന്ന് പറയുന്നത്, വളരും തോറും പിളരും എന്നുള്ളത്. ഇവിടെ വളരാതെ തന്നെ പിളരുമോ എന്നുള്ള ആശങ്കയിലാണ് NCP എത്തി നിൽക്കുന്നത്. വളരെയധികം നന്ദി അതിഥികൾക്ക്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.